ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉള്ള സംഭവമാണ് ഈ ജിമ്മ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവളെ ഹസ്ബൻഡാണ്. ആ ഹസ്ബൻഡിന്റെ തീരുമാനമാണ്. ഈ അമ്മയായ കവിത പരിമിതികൾക്കുള്ളിൽ നിന്ന് ചാമ്പ്യൻ ആയതിൽ അവളെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും തന്നെ. അല്ല, ബോഡി ബിൽഡിംഗ് ഇപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, എന്നാലും ഫിറ്റ്നസ് ബോഡി ഫിറ്റ് ആക്കാലോ. അതിന് ഒരുപാട് നേരം വർക്കൗട്ടൊന്നും വേണ്ട. ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇഷ്ടമുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത്. അത്രയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ബോഡി ബിൽഡിംഗ് ചെയ്യാൻ പറ്റൂ. പ്രായം കൂടുന്നതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തിട്ടാണ് അവൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനായി. വുമൺസിൻ്റെ ഒരു യുണീക്ക് ചാലഞ്ച് തന്നെയാണ്. വുമൺസിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഹാർഡ് വർക്കും മാനസികമായ ഒരു ഉറപ്പുള്ള ആൾക്ക് മാത്രമേ തന്നെ ഉള്ളൂ. വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോപ്പോമിൻ, സന്തോഷ ഹോർമോൺ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. കോൺഫിഡൻസ് ലെവൽ കൂടും. നമുക്ക് പുറത്തിറങ്ങി പോകാനും ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. സ്ട്രെസ് ഹോർമോൺ കുറയും. എൻ്റെ പൊന്നു സ്ത്രീകളെ എന്നോടാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങളോട് കൂടെ കൂടിയിട്ടാണ് നമ്മുടെ ആശാൻ പറയുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായിരുന്നു. അതായത് ആ വീഡിയോയിലെ ആളാണിത്. ബോഡി ബിൽഡിങ്ങിൽ മിസ് കോഴിക്കോട് കിട്ടിയ അമ്മയ്ക്ക് അവ സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞൊരു ഒറ്റ ഓട്ടമായിരുന്നു അല്ലേ. അല്ല, ഇത് നാട് കുഞ്ഞിനെ ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചിട്ടേ 1 മണിക്കൂർ നിന്ന് കരഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഇതിലേക്ക് ഒഴുകിക്കൊണ്ട് എടുത്തോണ്ട് പോകുന്നുണ്ട്. എന്ത് പറ്റി കക്ഷിക്ക്? അന്നത്തെ സന്തോഷമൊന്നും ഇല്ലല്ലോ. അന്നങ്ങോട്ട് ഞാൻ നോക്കുമ്പോൾ പ്രൈസ് വിളിച്ചു പറയുന്നതിന് ഇപ്പുറം ഓടി വരുമായിരുന്നല്ലോ. എന്തായിരുന്നു സംഭവം? അവിടുന്നോ? അല്ല, ഇന്ന് ചെറിയ എന്തോ പിണക്കാണ്. ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ഇനി ആരെങ്കിലും വഴക്ക് പറയുമ്പോ ദേ എന്റെ അമ്മയുടെ മസിൽ കണ്ടോന്ന് തൊട്ട് കാണിക്കണം. എങ്ങനെ പേടിപ്പിക്കണം ആൾക്കാർ വരുമ്പോ? പേടിപ്പിക്കുവോ കുഞ്ഞ്? അത് പുള്ളി ഒറ്റൊരാളാണ് ആ വീഡിയോ വൈറലാകാൻ കാരണം അല്ലേ. പുള്ളി നല്ല ഫീൽ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കിട്ടിയെന്ന് പറയുമ്പോ എന്തോ കുഞ്ഞ് മേടിക്കാൻ പോകുന്നൊരു ഫീലായിരുന്നു. എന്നിട്ടാണ് ഇന്ന് ഇത്രയും ഇതായിട്ടിരിക്കുന്നേ. നമുക്ക് അമ്മയോട് സംസാരിക്കാം. ചേച്ചിയുടെ പേര്? കവിത നിതീഷ്. കവിത നിതീഷ്. ചേച്ചിയുടെ ഒരു കാര്യം പറയട്ടെ, ഈ കണ്ണാടി മാറ്റാവോ? കണ്ണൊക്കെ കാണാലോ അല്ലേ? കാണാം. അത് മാറ്റിക്കോ. കാരണമേ അവർക്ക് നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് കണ്ണാടിയൊക്കെ വെച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ ഇപ്പം ആ ചേച്ചിയുടെ ട്രെയിനർ അല്ലേ, നമ്മൾ ആ ജിമ്മിലാണ് നിൽക്കുന്നത്, കോച്ചുണ്ട്. നിങ്ങളുടെ ജിമ്മിൻ്റെ പേര് ARK ഫിറ്റ്നസ്. ചേട്ടനും ചേരുന്നുണ്ട്, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും ചേരുന്നുണ്ട്, പിള്ളേരും ചേരുന്നുണ്ട്. ഒരാൾ ഞങ്ങളവിടെ വെളിയിൽ നിർത്തിയേക്കോ. ബാ, എന്നെ എപ്പോഴാണ് വിളിക്കുന്നതെന്ന് ഓർത്തിട്ടാ. ബാ, നിങ്ങളെയും കൂടെ വിളിച്ചത്. ഇനി ഞാൻ നോട്ടീസ് തരാം. കുഞ്ഞീസിടാ. ഇതാണ് സകുടുംബം നിൽക്കുന്ന. ചേട്ടന്റെ പേര്? നിതീഷ്. എന്നാ ചേട്ടന്റെ ജോലി? ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവർ? എന്ത് ഡ്രൈവർ? ഈ പിക്കപ്പ് വണ്ടി. ആ ചേച്ചിയായിട്ട് ഇടിക്കാൻ പേടിയുണ്ടോ? ചേട്ടൻ ആ ഫീൽഡ് തന്നെയാണ്. ചേട്ടൻ പഴയ ആളാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആശാന്റെ കീഴിൽ തന്നെയാണ് ഞങ്ങൾ. ആശാന്റെ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് വർക്കൗട്ട് തുടങ്ങിയത്. അപ്പം അതിനുശേഷം ഞാൻ ബോഡി ബിൽഡിങ്ങിലൂടെ മിശ്രന്തിയൊക്കെ അടിച്ച് ജോലി കയറി. പക്ഷെ ഇപ്പോഴും ആ ബന്ധം ആർമിയില് ജോലി കയറി. ഞാനിതൊക്കെ കണ്ടുപിടിച്ചു ഫ്രണ്ടിൽ. അപ്പൊ അന്ന് ഞങ്ങള് കിണാശ്ശേരി ജിമ്മിലായിരുന്നു, കിണാശ്ശേരി ARK ഫിറ്റ്നസിലായിരുന്നു. അപ്പൊ അന്നേ ബാബു എന്റെ കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ പട്ടാളത്തിലൊക്കെ പോയി വന്ന് വളണ്ടറി റിട്ടയർമെന്റ് ഒക്കെ എടുത്ത് വന്നതിന് ശേഷം ബാബു പറഞ്ഞു എനിക്ക് ബോഡി ബിൽഡിംഗ് ചെയ്യണമെന്ന്. അപ്പം ഓൾറെഡി ഒരു സിറ്റുവേഷൻസ്, രാവിലെ പോകണം വരണം, വർക്കൗട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ എല്ലാം വേണ്ട, എനിക്ക് എന്റെ വൈഫിനെ ബോഡി ബിൽഡിംഗ് അപ്പം എനിക്ക് ഏതായാലും പറ്റുന്നില്ല. അപ്പം വൈഫിനെ ഒന്ന് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളത്. ചേട്ടന് പറ്റില്ല, എന്തിനാ ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിച്ചേ? അങ്ങനൊന്നുമില്ല. അത് ആർക്കും പറ്റായല്ല, നമ്മളെ വർക്കിന്റെ ബുദ്ധിമുട്ടല്ലോ. ഇത് കറക്റ്റ് ഡയറ്റ്. എന്റെ ഈ വണ്ണം കണ്ടിട്ട് ചേച്ചിയുടെ മുന്നത്തെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് എന്നെ മോട്ടിവേഷൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ വീണിട്ടുണ്ട്. അത് ഇതിന്റെ ഉള്ളിൽ മെനക്കെടാണ്. കറക്റ്റ് വർക്ക്ഔട്ട് ചെയ്യാന്ന് വെച്ചാല് ഗ്യാരണ്ടിയാണ്. ചേട്ടന് ഞാനത് ചോദിക്കാനുള്ളൊരു കാരണം, പൊതുവെ സ്ത്രീകളെ അങ്ങനെ ഇപ്പം ഒരു ജിമ്മിലൊക്കെ ആൾക്കാർ വിടും, ഒരു ജിമ്മ് വരെ വിടും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള, ഇപ്പോൾ വീട്ടിൽ ഉത്തരവാദിത്തമുള്ള, ആശാനെ തന്നെ അറിയാം കാര്യങ്ങളൊക്കെ, ഉത്തരവാദിത്തമുള്ള ആൾക്കാരെ ജിമ്മിന് വരെ വിടാം. അല്ലെങ്കിൽ ഒരു 10-30 വയസ്സൊക്കെ ഉള്ള സ്ത്രീകൾ ഇതിനോട് പാഷനേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഇത് കുറേ യങ് ജനറേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു വീട്ടമ്മേനെ വിടണം, അല്ലെങ്കിൽ ചേച്ചീനെ ഇങ്ങനെ ഇതിൽ എന്താ പറയുക വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ ഇങ്ങനെ അല്ലെങ്കിൽ പവർ ലിഫ്റ്റിങ്ങിൽ ഇങ്ങനെ ഇതെടുക്കണം എന്ന് ചേട്ടന് എന്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. അത് ചേട്ടന് നടക്കാത്തത് ഭാഗ്യയുടെ മുട്ട. നീ അടുത്ത പോലത്തെ അല്ല, ഇവൻ ഇപ്പഴും ഇവിടെ കൊണ്ട് ഫുട്ബോൾ പ്ലെയർ ആണ് അല്ലേ. അല്ല, ആരോ ഇനിയിപ്പോ അടുത്തത് ഇങ്ങനെ അല്ലേ.
കുഞ്ഞൻ തയ്പ്പിച്ച് വെച്ചു, അച്ഛൻ കൊച്ചിനെയും വിടൂ. ഇഷ്ടമാണോ കുഞ്ഞിനെ? ഇവളിപ്പോ ഓൾറെഡി ട്രെയിനറായി മാറുന്നുണ്ട് അമ്മയെ പ്രാക്ടീസ് ചെയ്യിച്ചിട്ട്. അപ്പൊ ചേട്ടനാവാൻ പറ്റാത്തത് ചേച്ചിയിലൂടെ സാധിച്ചു. ഞാൻ തമാശ പറഞ്ഞെങ്കിലും അതൊരു വലിയ കാര്യമാണ്. ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും സംസാരിച്ചത്. അതായത് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡെസ്പാവും. എന്നിട്ട് ഡെസ്പായിട്ട് അങ്ങനെ അങ്ങ് ജീവിക്കും ഓരോരുത്തരും. പക്ഷെ എനിക്ക് പറ്റിയില്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അത് പറ്റുന്നതാണെങ്കിൽ നമ്മളത് പുള്ളി ചെയ്ത് വിടും. അതിനേതാണ് ചേട്ടാ സൂപ്പർ. കാരണം ചേച്ചിയുടെ ആ മെഡൽ വാങ്ങിക്കാൻ വന്നപ്പോൾ ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ഒരു ഫീലുണ്ട്. ചേച്ചി കൊച്ചിനെ സ്റ്റേജിൽ വിളിച്ചിട്ട് നിർത്തിയതും അപ്പം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ശരിക്കും നിങ്ങളെ ഒന്ന് കാണാം, ഫാമിലി ഒന്ന് കാണാം, അല്ലെങ്കിൽ ഇത്തിരി കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ. മിണ്ടണില്ല, കുട്ടി മിണ്ടണില്ല. ആക്ച്വലി ഞാനാ മുഴുവൻ മിണ്ടണത്. എന്തെങ്കിലുമൊക്കെ എന്നോട് സംസാരിക്കേ, എനിക്ക് എന്താ പറയേണ്ടത്? എന്നോട് വേണമെങ്കിൽ 2 വെയിറ്റ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ വേണം ചെയ്യാം. അങ്ങനെയാണോ? അതാണ്, അങ്ങനെയാണോ? ചേച്ചി സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ചേച്ചി ഇപ്പം ഞങ്ങൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. കാരണം ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ നോക്കണം, വീട് നോക്കണം. ചേച്ചിക്ക് ജോലി ഉണ്ടായിരുന്നോ? ഇല്ല, ജോലിയില്ല. ഇതിനിടയ്ക്ക് നമ്മൾ സമയം ഉണ്ടാക്കി നമ്മുടെ ഒരു പാഷനിലേക്ക്, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ പാഷനാണെന്ന് പറഞ്ഞു, പക്ഷെ ഹസ്ബൻഡിൻ്റെ പാഷൻ ചേച്ചിയിലേക്കും കൂടെ എത്തണം. അതെത്തിയിട്ട് എങ്ങനെയാണ് ഇതിനെ ഇത്ര അപ്ലിഫ്റ്റ് ചെയ്ത് ചേച്ചി കൊണ്ടുവരുന്നത്? ഏട്ടന് ആഗ്രഹമുള്ളത് പോലെ പിന്നെ എനിക്കും അങ്ങനെ ചെയ്ത് സ്ഥിരം കേട്ട് എനിക്കും എങ്ങനെയെങ്കിലും വിന്നർ ആവണം എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാനും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. എത്ര മണിക്കൂറാ ചേച്ചി? അങ്ങനെ ഇതിന് കോമ്പറ്റീഷൻ ആകുമ്പോൾ അങ്ങനെ മണിക്കൂറൊന്നുമില്ല. ഇവിടെ തന്നെ ഒരു ഷെഡ്യൂൾ തരൂ, നമ്മളത് പിന്നെ ഇതിപ്പോ ഒരു യുണീക്ക് ചാലഞ്ച് ആക്കും. ഒരു വുമൺ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞത് നോർമലി ഇപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും ജെൻസും ലേഡീസും തമ്മിൽ. കവിതയ്ക്ക് 38 ഏജ്. അപ്പോൾ നമുക്ക് ആ പ്രായം കൂടുന്നതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തിട്ടാണ് അവള് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനായി. മീൻസ് അത് കോമ്പറ്റീഷൻ ചെയ്തത് യങ് ആയ കുട്ടികളായിട്ടാണ്. അപ്പോൾ ഓൾറെഡി അമ്മയായ കവിത ഇത്രയും സിറ്റുവേഷനിൽ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചാമ്പ്യൻ ആയതിൽ അത് അവളെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും തന്നെയാണ്. അല്ലാതെ ശിശു അത് ഞാൻ പറഞ്ഞില്ല, അതാണ് നമുക്കൊരു യുണീക്നെസ് തോന്നിയതുകൊണ്ടാണ് നിങ്ങളുടെ ഇന്റർവ്യൂ. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ മത്സരങ്ങൾ നടക്കാറുണ്ട്, ഡെയിലി പല സ്ഥലത്തും പല രീതിയിൽ കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. പക്ഷെ നമുക്ക് ചിലതിൽ സ്പാർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ വണ്ണത്തിൽ ബോധേഡാണ്, പക്ഷെ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. പക്ഷെ അവർക്ക് അതൊരു എയിമാണ്. അതിൽ ചേച്ചി സ്റ്റിക്ക് ഓൺ ചെയ്തില്ല. അത് തന്നെയാണ് അത് അവിടെ തന്നെ ഫസ്റ്റ് വിജയം. ഫസ്റ്റിൽ വന്നത് ജിമ്മിൽ ഓൾറെഡി ഫാറ്റ് കുറയ്ക്കാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ഡെലിവറി കഴിഞ്ഞ ഒരു വയറും കുറയ്ക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. പിന്നെ ഇങ്ങനെ പറഞ്ഞു ഇയാളെ കഴിഞ്ഞേരെ പിന്നെ വന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞപ്പോ ചുമ്മാ ഒന്ന് നോക്കാന്ന് വെച്ചു. ചേട്ടാ, ഇതൊരു ഭയങ്കര ഓക്വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും ഞാൻ ചോദിക്കാം. ഇപ്പൊ ചേച്ചി നമ്മുടെ ശരീരം പ്രദർശിപ്പിക്കണമല്ലോ, ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന അതിൽ ബോഡി ബിൽഡിങ്ങിൽ ബോഡി കാണിക്കണം. അത് മത്സരം എന്നുള്ളൊരു ഇത് ചേട്ടൻ്റെ മൈൻഡിലുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾ ഒരാളല്ലല്ലോ, നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ എങ്ങനെയാണ് നിങ്ങൾക്കത് ഇങ്ങനെയല്ല അതിങ്ങനെയാണ് എന്ന് നിങ്ങളുടെ വിജയം കൊണ്ടാണോ മറുപടി കൊടുത്തത്? അല്ല, എനിക്ക് പറയാലോ. പറഞ്ഞു. ബോഡി ബിൽഡിംഗ് എന്നുള്ളത് ഒരു സ്പോർട്സാണ്. അപ്പൊ ആ ഒരു സ്പോർട്സിന്റെ രീതിയിലാണ് അതിന്റെ നമ്മൾ കാണേണ്ടത്. അപ്പം ആ ഒരു കോമ്പറ്റീഷൻ ലെവലില് വേറെ രീതിയിലേക്കുള്ള ഉദ്ദേശിക്കുന്ന അങ്ങനെ ആയിരിക്കാം. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നല്ല. അതുപോലത്തെ ഒരുപാട് സ്ത്രീകൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം ചേച്ചിയെ പോലെ, പക്ഷെ ചേട്ടനെ പോലെ ഒരു ഭർത്താവ് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അവരാദ്യം പറയുന്ന ന്യായം എന്തായിരിക്കും? മറ്റൊരാളുടെ മുന്നിൽ പോയി കാണിക്കാൻ പറ്റില്ല. ഓൾറെഡി ഹസ്ബൻഡിന് ബാബുവിന് ഫസ്റ്റ് എൻ്റെ അടുത്ത് പിന്നെ കവിതനായിട്ട് വരുന്ന സമയത്ത് ഓൾറെഡി എന്താ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൂടുതലായിട്ടുള്ള ഒരു ആളാണ് ബാബു എന്നുവെച്ചാൽ ഹസ്ബൻഡ്. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഞാനും സംസാരിച്ചിരുന്നു. പക്ഷെ നോർമൽ സമൂഹത്തിൽ ഇപ്പം വുമൺസ് ഈ ഒരു ഫീൽഡിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതൊരു ആസ് എ സ്പോർട്ട്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്, സ്പോർട്ടിലൂടെ മാത്രം കാണുന്നത്. അല്ല, അതങ്ങനെ നോക്കിയാൽ നമ്മളെ വിജയങ്ങൾ എവിടെ എത്തൂല. ഇപ്പൊ എല്ലാരും നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, പറ്റില്ല. നമ്മളതായ അതാണ് ഞാൻ ചോദിച്ചത്, വിജയം കൊണ്ടാണ് അവർക്ക് മറുപടി കൊടുത്തത്, വിജയം കൊണ്ടാണോ എന്ന്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇത് തന്നെ ചെയ്യുമ്പോൾ ആൾക്കാർ ജോലിക്ക് വേറെ പോകാൻ മേലെ ഇവർക്ക് ഇങ്ങനെ ജിമ്മിൽ കിടന്ന് കളിക്കേണ്ട കാര്യമുണ്ടോ? ഇതും കൊണ്ട് വിടുന്ന 4 കാശ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉള്ള സംഭവമാണ് ഈ ജിമ്മ്. അതാണ് അതിലെന്താ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവളെ ഹസ്ബൻഡാണ്.
അത് മനസ്സിലായി. അത് ആ ഹസ്ബൻഡിന്റെ തീരുമാനമാണ്. അപ്പൊ ഹസ്ബൻഡിൽ കൂടുതൽ ഇപ്പൊ മറ്റുള്ളവർക്ക് ഒരിക്കലും ഇല്ല. ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അത് ആ ചേച്ചി പ്രൗഡായിട്ട് പറയുമ്പോഴാണ് മറ്റു പലർക്കും അതൊരു ഭയങ്കര ഫീല് വരുന്നത്. ഞാൻ വന്നപ്പോൾ ചേച്ചിയുടെ കളിയാക്കിയില്ലേ, ചേച്ചി ഇടയ്ക്ക് ചാടിക്കൂ. അത് നമ്മളാണ് പറയേണ്ടത്. സ്ത്രീകൾക്ക് എല്ലാവർക്കും കിട്ടണ ഒരു കാര്യമല്ല നല്ലൊരു ഹസ്ബൻഡ്, നല്ലൊരു പാർട്ട്ണർ. ഹസ്ബൻഡിന് ഒരു പാർട്ട്ണർ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ഓവർകം ചെയ്തതെന്ന്, നെഗറ്റീവ്സിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നാണ്. നെഗറ്റീവ്സ് അങ്ങനെ വന്നിട്ടുണ്ടോ? നെഗറ്റീവ്സ് ഒരുപാടൊന്നുമില്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് പോസിറ്റീവ് അല്ല, എല്ലാവരും മോട്ടിവേഷനാണ്. ഇൻസ്റ്റാഗ്രാം അല്ല, നാട്ടിൻപുറത്ത് നെഗറ്റീവ് ഉണ്ടായിരുന്നു. നാട്ടിൻപുറത്ത് വലിയ ഇങ്ങനെ ചിലവര് പറയൂ, അത് നമ്മളെ ഇതിലെ വെച്ചാണ്ട് ഒഴിവാക്കുക. അമ്മ പോയി മത്സരിച്ചിട്ട് കുഞ്ഞിന് എന്നാ തോന്നി? അടുത്ത പ്രാവശ്യം അമ്മേനെ തട്ടി മാറ്റിട്ട് അമ്മയ്ക്കെതിരെ മത്സരിക്കണം. മത്സര സമയത്ത് ടെൻഷനേ ശരിക്കും ആ വീഡിയോയിൽ കണ്ട് എന്റെ അമ്മ കിട്ടും, എന്റെ അമ്മ കിട്ടും, ടെൻഷനായി ടെൻഷൻ. എത്രയോ ആ വീഡിയോയിൽ കറക്റ്റ് കിട്ടുന്നുണ്ട്. ടെൻഷനേ ഞാൻ പോവാണ് കാര്യം. അമ്മ മത്സരിക്കാൻ കയറിയപ്പോഴേക്കും പുള്ളിയുടെ ചങ്ക അടിച്ചത് അല്ലേ? ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചോ ആണോ? അമ്മയ്ക്ക് സമ്മാനം കിട്ടിക്കഴിഞ്ഞപ്പോ എന്ത് തോന്നി? ഞാൻ പോണു. ആ സന്തോഷം തോന്നിയോണ്ടല്ലേ ഞാനിവിടെ വന്നത്. കരഞ്ഞു വരുന്നു. അവളും കരഞ്ഞില്ലേ? കുഞ്ഞും കരഞ്ഞോ? ചേച്ചി എത്ര നാളായി ഇവിടെ വന്ന് ഇത് ചെയ്യാൻ? ഞാൻ 2 വർഷം. 2 വർഷം കൊണ്ട്. 2 വർഷത്തിൽ ഇപ്പോഴാണോ മത്സരിക്കാൻ? എത്ര നാളാണ്? കഴിഞ്ഞ വർഷം മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം. എത്രയെല്ലാം വിന്ന് ചെയ്തു ചേച്ചി ബോഡി ബിൽഡിങ്ങില്? ഇപ്പം കാലിക്കറ്റ് 2 തവണ വിന്നറായി. പിന്നെ കേരള കഴിഞ്ഞ വർഷം സെക്കൻഡ്. പിന്നെ ഈ വർഷമാണ് ബെസ്റ്റ് ഓഫ് സിക്സ്ത് വന്നു. അപ്പം 16-ാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്ന മിസ്റ്റർ കേരള, മിസ് കേരള അതിനുള്ള പ്രിപ്പറേഷൻ ആണല്ലോ ഇപ്പൊ ചേച്ചിയുടെ ഇപ്പോഴത്തെ വലിയൊരു സമയമാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം ഞാൻ 11:30 വരാമെന്ന് പറഞ്ഞു, 11:30 വന്നിട്ട് ഞാൻ 1 മണിയായി വന്നപ്പോൾ ആ സമയത്ത് വർക്കൗട്ട് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇന്ന് ഏർലി മോർണിംഗ് ചെയ്യേണ്ടി വന്നു അല്ലേ? ഏർലി മോർണിംഗ് ചെയ്തു. അതിനുശേഷം കറക്റ്റായിട്ട് ഇവർക്കൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഡയറ്റ് അനുസരിച്ച് ചേച്ചി ഇന്ന് എന്താ കഴിച്ചത്? പുഴുങ്ങിയ ഉപ്പിടാത്ത ചിക്കൻ എന്നല്ല, കുറച്ച് ഉപ്പിടാ. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് 10 ഡേയ്സേ ബാക്കിയുള്ളൂ. അരിയാഹാരം കഴിക്കുമോ ചേച്ചി? ഇല്ല. എനിക്ക് വേണ്ടത്, ഞാൻ അരിയാഹാരം കഴിക്കാത്ത ഒരു പരിപാടിക്കില്ല, ഉള്ളിച്ചല്ലാത്ത ഒരു പരിപാടിക്കില്ല. അരിയാഹാരം കഴിക്കാണ്ട്. അപ്പൊ ഈ ചേച്ചി 2 വർഷം അത് മത്സരത്തിന്റെ പ്രിപ്പറേഷന്റെ ഡയറ്റ് വേറെയാണ്. ഓൾറെഡി നമ്മളൊരു സാധാരണക്കാരന്റെ ഡയറ്റുമായിട്ട് ഇത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഡെഡിക്കേഷൻ വേണമെന്ന് പറഞ്ഞത്. കാരണം ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. അത് ശരിയാട്ടോ. അത് അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ ഉപ്പ് കുറച്ച ഭക്ഷണത്തിലേക്ക് മാറും. അപ്പം ഉപ്പില്ലാതെ കഴിക്കേണ്ടി വരും. ലാസ്റ്റ് മത്സ്യത്തിന്റെ പീക്ക് ടൈം ആകുമ്പോൾ സോഡിയം കുറയ്ക്കും. അങ്ങനെയൊക്കെയാണ്. അതൊരു ടെക്നിക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ബോഡീനെ അത്രയും കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം. ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ, എന്റെ ഈയിടെ പല്ലിന് ചെറിയൊരു സർജറി കഴിഞ്ഞു. അപ്പൊ എനിക്ക് വാ തുറന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് ചോറ് ഇങ്ങനെ കുത്തി കയറ്റി സ്പൂൺ ആണല്ലേ? അത്രയും ചോറ് ഒഴിവാക്കാൻ പറ്റില്ല. അത്രയും ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ആ ഡെഡിക്കേഷൻ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒഴിവാക്കാൻ പറ്റാത്ത, അതായത് എങ്ങനെ സീരിയസാ നമ്മളെ ലൈഫില് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇഷ്ടമുള്ള ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത്. അത്രയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ബോഡി ബിൽഡിങ് ചെയ്യാൻ പറ്റൂ. കാരണം മറ്റുള്ള സ്പോർട്ടിൽ അങ്ങനെയല്ല, ഭക്ഷണങ്ങൾ കഴിക്കാം, പക്ഷെ ഇതിന് വർക്കൗട്ടും ചെയ്യണം, ഹാർഡ് വർക്കും ചെയ്യണം, ഡയറ്റ് കൺട്രോളും ചെയ്യണം. എൻ്റെ ഒരു ഡൗട്ടാണ്, ഇപ്പം ഭക്ഷണം കഴിക്കുന്നില്ല, വെയിറ്റ് ലോസ് ആവൂലേ? അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് കഴിക്കുന്നില്ല എന്നല്ലോ. പ്രോട്ടീൻസ് ഭക്ഷണം എന്നല്ല, 1 കിലോഗ്രാം ഇൻറ്റു 1.5 ഗ്രാം അങ്ങനെ ഒരു കാൽക്കുലേഷനിലാണ്. അത് പ്രോട്ടീൻ റിച്ച് കഴിക്കും, കാർബോഹൈഡ്രേറ്റ് ആണ് കുറയ്ക്കുന്നത്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. മീൻസ് നമ്മളിപ്പോൾ ലാസ്റ്റിലേക്കൊക്കെ ഇപ്പോൾ കണ്ടിന്യൂ റൈസ് കഴിക്കുന്ന ആളാണെങ്കിൽ റൈസ് ഓൾറെഡി അവോയ്ഡ് ചെയ്യും, കാർബ്സ് കൂടുതലുള്ള അവോയ്ഡ് ചെയ്യും. പിന്നെ അത് ഓരോ ഡിപ്പെൻസ് ഓഫ് ഓരോ ബോഡിന്റെ മെറ്റബോളിസ് ആണ്. അപ്പം കവിതക്ക് ഇപ്പം റൈസ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അങ്ങനത്തെ ബോഡിയാണ്. ചില അത് എന്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ ഞാൻ എക്സ്പീരിയൻസിലാണ്. ഇവർക്ക് ചെക്കപ്പോ കാര്യങ്ങളോ ഡോക്ടർ ഓൾ ബോഡി ചെക്കപ്പ് നടത്തിയിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ട്. ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇപ്പം ഷുഗർ കുറയുണ്ടോ, BP കുറയുണ്ടോ എന്നൊക്കെ നോക്കും. അത് ഫ്രീക്വന്റ് ആയിട്ട് വീക്കിലി ആണോ? വീക്കിലി ചെക്ക് ചെയ്യും. ചേച്ചിക്ക് ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ കുറെ ചളിയടിക്കാനൊക്കെ ശ്രമിച്ചു, അതൊക്കെ ചീറ്റിപ്പോയി, അതൊക്കെ പോട്ടെ. ചേച്ചിക്ക് ഞങ്ങളോട്, ഞാനുൾപ്പെടെയുള്ള സ്ത്രീകളോട് ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് ചിലപ്പോൾ ഇച്ചിരി നേരമൊക്കെ വെച്ചിട്ട് ഞാൻ കളയാം, എങ്കിലും ചേച്ചിക്ക് എന്താ ഞങ്ങളോട് പറയാനുള്ളത്? കാരണം വെച്ചാൽ ഡെഡിക്കേഷൻ ഉണ്ട് കൂടെ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം ജിമ്മിൽ ഒരേ പെയിൻ എടുക്കണമല്ലോ.
ഇത് എത്രയൊക്കെയാണെങ്കിലും വർക്കൗട്ട് നല്ല പെയിൻ തന്നെ ആയിരിക്കും എത്ര എന്ന് പറഞ്ഞാലും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ആ നിമിഷങ്ങളെയൊക്കെ തരണം ചെയ്തിട്ട് ഇതിലിങ്ങനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം അതിന് അത്രയും പ്രചോദനമായിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് പറയാനുള്ളത്? അല്ല, ബോഡി ബിൽഡിംഗ് ഇപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, എന്നാലും ഫിറ്റ്നസ് ബോഡി ഫിറ്റാക്കാലോ, അതിന് ഒരുപാട് നേരം വർക്കൗട്ടൊന്നും വേണ്ട. ചേച്ചി അത് എന്നെ മാത്രം ചൂണ്ടി പറഞ്ഞാണ് ഈ അഹങ്കാരം. കൈ കണ്ടിട്ട് ഞാൻ തിരിച്ച് മറുപടി ഒന്നും പറയാൻ പോകുന്നില്ല. ചേച്ചിയുടെയും ചേട്ടൻ്റെ വീട് കോഴിക്കോട് തന്നെയാ, കുന്നത്തുപാലം ഒളവണ്ണ പഞ്ചായത്ത് ഓഫീസ്. ഒളവണ്ണ പഞ്ചായത്ത് ഓഫീസ്. പേരെങ്ങനെയാ ചോദിച്ചില്ല? ഹരിനന്ദന. ആ ഇപ്പൊ സ്മാർട്ടായി, കുറച്ച് മുമ്പ് ഭയങ്കര ഡൗൺ ആയതാ. പേരെങ്ങനെയാ? യശ്വന്ത്. അശ്വന്ത്. എത്രയില പഠിക്കുന്നേ? 8ല്. കുഞ്ഞാവയാ? ഞാൻ UKG. ഓക്കെ, അതൊക്കെ പറയുമ്പോ ഭയങ്കര നോണമായി. UKG എന്നിട്ട് സ്റ്റാർ ആയില്ലേ? എന്നിട്ട് അമ്മ വിൻ ചെയ്തപ്പോ സ്റ്റാർ ആയില്ലേ കുഞ്ഞ്? മുട്ടായി ഒക്കെ കൊണ്ടേ കൊടുത്തു എല്ലാവർക്കും? ഓൾറെഡി സ്റ്റാർ അല്ലേ ഏട്ടനെ? ഇപ്പോഴും ഓൾറെഡി കുറച്ച് ഡയറ്റ് കൺട്രോളാണ്, അതാണ് കുറച്ചൊരു ക്ഷീണം ഉണ്ടല്ലേ? ക്ഷീണം മീൻസ് അങ്ങനെയല്ല, രാവിലെ വർക്കൗട്ട് ചെയ്ത് വരികയാണ്. വർക്കൗട്ട് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇന്റർവ്യൂ നിൽക്കുന്നത്. അപ്പൊ ഞാൻ മാമിനോട് പറഞ്ഞില്ലേ രാവിലെ വർക്കൗട്ട് ഉണ്ടാവും. ഈ ഉറക്കമൊക്കെ കറക്റ്റ് തന്നെയാണോ? ഉറക്കം 7 മണിക്കൂർ കമ്പൽസറി ഉറങ്ങണം. ഇത് ഒരു വുമൺസിന്റെ ഒരു യൂണീക്ക് ചാലഞ്ച് തന്നെയാണ്. വുമൺസിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ചൊരു ഹാർഡ് വർക്കും മാനസികമായ ഒരു ഉറപ്പുള്ള ആൾക്ക് മാത്രമേ തന്നെ ഉള്ളൂ. അത് ആ പറഞ്ഞത് ഭയങ്കരമായിട്ട് നോട്ടബിൾ പോയിന്റ് ആണ്. അതായത് ഹാർഡ് വർക്കും അതുപോലെ തന്നെ ഒരു മനസാന്നിധ്യം അതുണ്ടാവണം. കാരണം അതില്ലെങ്കിൽ നമുക്ക് പോയി ഹാർഡ് വർക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. മനസാന്നിധ്യം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റണം. ചിലവർ പറയും 21 ദിവസം നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ചെയ്താൽ പിന്നീട് നമുക്കത് നമ്മുടെ ലൈഫിന്റെ ഭാഗമായി മാറും. ആ 21 ദിവസം കടക്കാനാണ് പാട്. എൻ്റെ ഇപ്പോൾ ഒരു 3-4-5 21 കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞു ഇങ്ങനെ. നല്ല ഇരുന്നത് പോയിട്ടാ, നല്ല സ്ഥലത്ത് എത്തിപ്പെട്ടാ, നല്ല ഇവിടെ എത്തിപ്പെട്ട നിങ്ങള് മാറും. ശരിയാ. അതല്ല അങ്ങനല്ല, നമ്മള് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ചോറ് കൊടുക്കാൻ പറ്റില്ലായിരുന്നേ. ഒരു 10 ദിവസങ്ങൾ വർക്കൗട്ട് ചെയ്ത് ചോറൊക്കെ ഒഴിവാക്കി ബോഡി ഫിറ്റ് ആകുമ്പോൾ ഓൾറെഡി നമുക്ക് അത് വേണ്ടാന്ന് തോന്നും, കോൺഫിഡന്റ് ആവും. അതായി പ്രത്യേകത. ക്ലാസ് എടുക്കും. വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോപ്പോമിൻ, സന്തോഷ ഹോർമോൺ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ നമുക്ക് കോൺഫിഡൻറ്റ് ലെവൽ കൂടും. നമുക്ക് പുറത്തിറങ്ങി പോകാനും ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. സ്ട്രെസ് ഹോർമോൺ കുറയും. അപ്പം വീണ്ടും ഇപ്പോൾ മാം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ 1, 2, 3 ദിവസം ഒരു പക്ഷേ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിറ്റേത്തെ ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ജിമ്മിൽ വരാൻ. എൻ്റെ പൊന്നു സ്ത്രീകളെ എന്നോടാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങളോട് കൂടെ കൂടിയിട്ടാണ് നമ്മുടെ ആശാൻ പറയുന്നത് അല്ലേ? ഫിറ്റ്നസ് ചെയ്യും തോറും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷ ഹോർമോൺ ഡോപ്പമിൻ ഭയങ്കരമായിട്ട് ഉണ്ടായി ഹാപ്പി ആയിരിക്കും. ജിമ്മിൽ തന്നെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസിന് പുറമെ, വീട്ടിലെ ജോലിക്ക് പുറമെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കമ്പൽസറി ചെയ്യുക. അപ്പം ഏതായാലും നിങ്ങളുടെ ജീവിതത്തിലെ ചേച്ചിയുടെ സമയം ഇപ്പോൾ ഒരു അടുത്തൊരു കോമ്പറ്റീഷന് പോവുകയാണ്. എനിക്ക് ഇങ്ങനെയെന്ന് വെച്ചാൽ കാണിക്കും, പോസ്റ്റ് കാണിക്കും, രണ്ടും പിടിച്ചോ. ആയി വാ, എന്തൊരു കോൺഫിഡൻസ്, സൂപ്പർ, നല്ല രസമുണ്ട്. ഹൈറ്റിന് വല്ല പ്രശ്നം ഉണ്ടാവും? അതിന് ചില ഐഡിയൽ വെയിറ്റ് എന്ന് പറയും. അത് ഓൾറെഡി ഇപ്പം പണ്ടൊക്കെ ഐഡിയൽ വെയിറ്റ് ആണ് നോക്കുക. ഇപ്പം നമ്മളെ ഹൈറ്റിന്റെ ഇപ്പം -100 വരിക. ഇപ്പോൾ 173 ഉണ്ട്, 73 ആണ് അതിൻ്റെ ഐഡിയൽ വെയിറ്റ് വരിക. അപ്പോൾ ഇപ്പം നമ്മൾ അത് ഇപ്പോഴത്തെ ഹൈറ്റ് നമ്മൾ ഫാറ്റ് പെർസെൻറ്റേജ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എത്ര ഉണ്ടെങ്കിലും 73 ആണെങ്കിൽ അതിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ അവൻ ഹെൽത്തി അല്ല. അപ്പോൾ ഫാറ്റ് പെർസെൻറ്റേജ് നമ്മൾ കുറച്ച് കൊണ്ടുവരാൻ നോക്കുക. അതാണ്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ജിമ്മിൽ ഇപ്പോൾ അടുത്തതും കൂടെ ചേച്ചി നേടിക്കൊണ്ട് വരട്ടെ. ഓക്കെ, നിങ്ങളുടെ ആർക്ക് ഫിറ്റ്നസ് ഓരോ വാക്കല്ല, ആർക്ക് ഫിറ്റ്നസ്. ഓക്കെ, ആർക്ക് ഫിറ്റ്നസ്സിൽ ചേച്ചി കൊണ്ടുപോവാ. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം അമ്മയ്ക്ക് അടിക്കുമ്പോൾ സ്കൂളിൽ കൊണ്ടേ മുട്ടായി കൊടുക്കണേ. കൊടുക്കുവോ? കൊടുക്കൂന്ന് പറ. അപ്പൊ ചേട്ടൻ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ചേട്ടന്റെ ആഗ്രഹം സാധിക്കാൻ ചേച്ചിനെ വിട്ടു. ചേട്ടന്റെ അതേ ആഗ്രഹം മനസ്സിലേറ്റ് ചേച്ചി നേടിയെടുത്തു. ആഗ്രഹം സാധിക്കാൻ ചേച്ചിനെ വിട്ടു. ആഗ്രഹം സാധിച്ചത് ബോസു. അതാ പറഞ്ഞു വന്നേ. ഞാൻ മുഴുമിപ്പിക്കട്ടെ, അങ്ങനെയല്ലേ? ചേട്ടന്റെ ആഗ്രഹം സാധിക്കാൻ ചേച്ചി അതുപോലെ തന്നെ കട്ടക്ക് നിന്നപ്പോ നിങ്ങൾക്ക് ഒരു അടിപൊളി ട്രെയിനറേയും കിട്ടി, കോച്ചിനെയും കിട്ടി. തീർച്ചയായും ചേട്ടാ. നമ്മള് പലരും, ഞാനും കുറെ ജിമ്മിലൊക്കെ പോയിട്ടുണ്ട്, ചെയ്താൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ എനിക്കും അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഏതായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. റിട്ടയർ ഇപ്പൊ VRC എടുത്തിട്ടുണ്ട്. കുറെ പട്ടങ്ങളൊക്കെ കിട്ടിയ ആളാണല്ലേ? ഇന്ത്യൻ ആർമി കോച്ചായിരുന്നു. പഴയൊരു മിസ്റ്റർ ഇന്ത്യയായിരുന്നു. പഴയൊരു 2003 3 പ്രാവശ്യം കേരള ജോലി. ഒരുപാടുണ്ട്, കുറച്ച് ബോഡി ബിൽഡേഴ്സിനൊക്കെ
ക്ലാസ് എടുത്ത് ചാമ്പ്യന്മാരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓ, ഒരുപാട് സന്തോഷമുണ്ട്. ലേഡീസിന് എത്ര പേരുണ്ട് ഇവിടെ? ലേഡീസ് ഇപ്പം കവിത മാത്രമേ ഉള്ളൂ. കവിത ചേച്ചി മാത്രമേ ഉള്ളൂ. 5 കിലോയുടെ ഒരു വെയിറ്റ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ചേച്ചി ഇവിടെ 10 കിലോയുടെ എടുത്തപ്പോഴത്തേക്കും ഞാൻ 5 കിലോ എടുത്ത് ചുമ്മാ പിടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. ചേച്ചി, എൻ്റെ ഒരു സംശയമാണ്, ഈ ജിമ്മിലൊക്കെ പോയാൽ ഇങ്ങനെ മസിൽസ് വരുമെന്നോ? ശരിക്കും അങ്ങനെ മസിൽസ് വരുമോ? കവിത ഒരു ബോഡി ബിൽഡിംഗ് ഒരു സ്പോർട്സ് ആണ്. ആ സ്പോർട്സിനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിലെ വർക്കൗട്ട് ഷെഡ്യൂളും ഡയറ്റ് പ്ലാനും റെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബോഡി ബിൽഡർ ആവാൻ പറ്റും. പക്ഷെ നോർമൽ ആൾക്കാർ വരുന്നത് അസുഖങ്ങൾ ഇല്ലാണ്ടാക്കാനും അവരെ ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാനും അവരെ ഭംഗി കൂട്ടാനൊക്കെയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചില ആൾക്കാർ ഇതെടുത്തിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ വെപ്പിക്കും. അല്ല, വർക്കൗട്ട് ഡിഫറെൻ്റ് വർക്കൗട്ടും ഡിഫറൻസ് ആണ്. അതിൽ ബോഡി ബിൽഡിംഗ് അത്ലറ്റിന് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ആ രീതിയിലുള്ള വർക്കൗട്ടും ഡയറ്റും കൊടുക്കണം. ഫിറ്റ്നസ് ആകുമ്പം അതൊരു 45 മിനിറ്റ്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാക്കാനും ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാനും. ചേച്ചിയുടെ ശരിക്കും സ്പോർട്സ് ആണ്. എന്നെ പോലുള്ള ആൾക്കാർ ഫിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ. അത് രണ്ടും വ്യത്യസ്തം. അപ്പൊ പലരുടെയും സംശയം സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ നാളെ മസിലാകും. ഇല്ല, ജിമ്മിലൊന്നും അങ്ങനെ ഒരിക്കലും ഫിറ്റ്നസിന് വന്നാൽ മസിൽസ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്യാതെ ഒരു ബോഡി ബിൽഡർ ആവണം എന്നുള്ള രീതിയിൽ വന്ന് ആ രീതിയിലുള്ള വർക്കൗട്ട് കൊടുക്കും, അതിലേക്ക് വരും. അപ്പം ഓൾ ദ ബെസ്റ്റ്. അപ്പം താങ്ക് യു ചേച്ചി. പതുക്കെ പിടിച്ചാൽ മതി. ചേച്ചിയൊക്കെ പിടിച്ച കുഞ്ഞാവതാ. താങ്ക് യു. ഇത് സ്മാർട്ടായിട്ട് നിന്ന് പറ. താങ്ക്സ് ചേട്ടാ. താങ്ക് യു.